ശ്രീ എം പി രാജേഷ്, യുവ ജനപ്രസ്ഥാനത്തോടൊപ്പമൊക്കെ നിന്ന് അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ടൊക്കെ മുന്നോട്ട് വന്ന ആളുകളാണ് നിങ്ങളൊക്കെ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി ജനങ്ങളെ സേവിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ സഖാവ് പുഷ്പൻ നിങ്ങൾക്കൊക്കെ ആവേശമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇന്നിപ്പോൾ അവസാനിക്കുകയാണ്. ആ ജീവിതം, രക്തസാക്ഷിത്വം ഇന്നാണത് പൂർണ്ണമാകുന്നത്. താങ്കൾ എങ്ങനെ അതിനെ വിശദീകരിക്കും? പുഷ്പന്റെ രക്തസാക്ഷിത്വം സമാനതകളില്ലാത്ത ഒന്നാണ്. 3 പതിറ്റാണ്ട് വെടിയുണ്ടയോടും മരണത്തോടും പൊരുതി നിന്നാണ് കീഴടങ്ങിയത്. വെടിയുണ്ട ശരീരത്തിൽ തറച്ചിട്ടും അത് ഏറ്റുവാങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പൊരുതി നിന്ന് മരണത്തെ മുഖാമുഖം നേരിട്ട് നിന്നത് പുഷ്പന്റെ പോരാട്ട വീരനെ, സമരവീര്യത്തെയാണ് കാണിക്കുന്നത്. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാവുന്നത്. ഞാനന്ന് SFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. അത് അന്ന് കേരളം മുഴുവൻ അലയടിച്ചുയർന്ന പ്രക്ഷോഭത്തിന്റെ ഒരു കൊടുങ്കാറ്റ്, അതിപ്പോഴും ഞങ്ങളെല്ലാം ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. അതിനുശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. ആ മാറ്റങ്ങളിലെല്ലാം, രാഷ്ട്രീയ മാറ്റങ്ങളിലെല്ലാം ഒരു നിത്യപ്രചോദനമായി പുഷ്പൻ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റങ്ങളിലെല്ലാം വെടിയുണ്ടയേറ്റ് ശരീരം തളർന്ന് കിടന്ന കിടപ്പിലാണെങ്കിലും ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് പുഷ്പൻ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന്, വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. പുഷ്പന്റെ ഓർമ്മയും സ്മരണയും മാത്രം മതി ഈ ഇടതുപക്ഷ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും. എത്രയോ തവണ ഞങ്ങളെല്ലാം പുഷ്പനെ പോയി കണ്ടിട്ടുണ്ട്. ഓരോ തവണ അദ്ദേഹത്തെ പോയി കാണുമ്പോഴും വളരെ സുസ്മേരവദനായി, താൻ കടന്നു പോകുന്ന വേദനയെ കുറിച്ചൊന്നും പറയാതെ പൊതുവിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ സൗമ്യമായി, സുസ്മേരവദനായിട്ട് മാത്രമേ പോയ സന്ദർഭങ്ങളിലെല്ലാം പുഷ്പനെ കണ്ടിട്ടുള്ളൂ. പുഷ്പൻ ഇന്ന് ഇല്ലാതായി എങ്കിലും പുഷ്പന്റെ ഓർമ്മ തുടർന്നും SFIയുടെ, DYFIയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിനാകെ ഊർജമായി ആ ഒളിമങ്ങാത്ത ഓർമ്മ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി എം പി രാജേഷാണ് നമ്മോട് ഇപ്പോൾ സംസാരിച്ചത്. പാലക്കാട് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലെ ആണ് ആ കൂത്തുപറമ്പ് വെടിവയ്പ്പുണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയം തൊട്ട് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സഖാവ് പുഷ്പൻ എങ്ങനെ പ്രചോദനമായി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു.